നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. പ്രസിദ്ധമായ അന്തിമഹാകാളങ്കാവ് വേലയുടെ ആഘോഷ പരിപാടിയുടെ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തിയായി എന്ന് തന്നെ പറയാം. ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ റൈറ്റ് വിഷൻ ന്യൂസിൻ്റെ ഈ തത്സമയ സംരക്ഷണത്തോടൊപ്പം ചേരുകയാണ്. ഇതുവരെ നടന്ന വേല ആഘോഷവും ഇനി എന്തൊക്കെ നടക്കാനുണ്ട് എന്നും പിന്നെ മറ്റു വിശേഷങ്ങളും പങ്കുവയ്ക്കാം. എങ്ങനെയാണ് ഈ വേല ഇതുവരെ നടന്നത് പിടിക്കാം? ചേലക്കര പഞ്ചായത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ പറയാം ഏറ്റവും വലിയ ക്ഷേത്ര ആഘോഷങ്ങളിലൊന്നാണ് അന്തിമഹാകാളങ്കാവ് വേല. ചടങ്ങുകളുടെ വൈവിധ്യം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും മറ്റു വാദ്യമേളങ്ങളുടെ അകമ്പടി കൊണ്ടും വളരെയധികം ശ്രദ്ധേയമായി തീർന്ന ഒരാഘോഷമായി തീർന്നിരിക്കുകയാണ് അന്തിമഹാകാളങ്കാവ് വേല. ഈ വർഷത്തെ അന്തിമഹാകാളങ്കാവ് വേലയുടെ ആദ്യഘട്ടം ഇവിടെ വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സന്തോഷപൂർവ്വം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാലത്ത് 4:30 മണി മുതൽ ഭഗവാനെ സന്ദർശിക്കാനും അനുഗ്രഹാശിസ്സുകൾ നേടാനുമായിട്ട് ജനലക്ഷങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ജനപങ്കാളിത്തം എല്ലാ വർഷവും ആവർത്തിക്കാറുള്ളതാണ്. ഈ വർഷവും യാതൊരു കുറവുമില്ലാതെ ഭക്തജനങ്ങളുടെ വലിയൊരു പ്രവാഹം തന്നെ ക്ഷേത്രത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അന്തിമഹാകാളങ്കാവ് വേലയെ സംബന്ധിച്ചിടത്തോളം അന്തിമഹാകാളങ്കാവിൽ മാത്രമല്ല ഈ 5 ദേശങ്ങളും ഒരു ഉത്സവാന്തരീക്ഷത്വം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വർഷത്തെ വേല മുൻകാലങ്ങളിലെ വേലയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ദേശങ്ങളിലും പ്രത്യേക ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെയധികം ആഘോഷങ്ങൾ, കലാപരിപാടികളും മറ്റു വൈവിധ്യമാർന്ന പരിപാടികളും നടന്നു വരികയാണ്. കഴിഞ്ഞ 7 ദിവസം ഈ തട്ടകം നിറച്ച് ഉത്സവാന്തരീക്ഷമായിരുന്നു. അത് ജനങ്ങൾ നെഞ്ചിലേറ്റി എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്. ഓരോ ആഘോഷത്തിനും ആയിരക്കണക്കിന് ആളുകളാണ് ഈ സന്നിഹിതരായിരുന്നത്. വെങ്ങാനല്ലൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ 5 ദിവസവും കലാപരിപാടികളും അതുപോലെ തന്നെ ഈ വൈകുന്നേരം ലഘുഭക്ഷണ വിതരണവും അങ്ങനെ ആ ക്ഷേത്രം വളരെ മനോഹരമായി അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പഴയ അന്തിമഹാകാളങ്കാവ് 60 കൊല്ലമായി ഞാൻ അന്തിമഹാകാളങ്കാവ് വേലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. പണ്ട് കാലത്ത് അന്തിമഹാകാളങ്കാവ് വേല എന്ന് പറഞ്ഞാൽ കാളവേലയും അതുപോലെ തന്നെ ഈ വെടിക്കെട്ടും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അന്നത്തെ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ അന്നത്തെ മാതിരി ഡയനയോ അല്ലെങ്കിൽ വലിയ കുഴിമിന്നലുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെടിക്കെട്ടിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുമ്പോഴാണ് ജനപങ്കാളിത്തം ഒക്കെ നമ്മൾ പറയുമ്പോഴും വലിയ വിഷമത്തിലാണ്, സങ്കടത്തിലാണ് പൂരപ്രേമികളും അതുപോലെ തന്നെ വെടിക്കെട്ട് പ്രേമികളും. അത് നമ്മൾ കാണാതെ ഇനി വലിയ ആഘോഷമാക്കി വിജയിച്ചു എന്ന് പറയുമ്പോൾ അത് ഒരു തെറ്റിദ്ധരിക്കും ജനങ്ങൾ. ആ ഒരു വിഷയം, അതായത് ഈ അന്തിമഹാകാളങ്കാവ് വേല അറിയപ്പെടുന്നത് തന്നെ കേരളത്തിലുടനീളം അന്തിമഹാകാളങ്കാവ് എന്ന ഒരു പേര് ഉച്ചരിച്ചാൽ അപ്പോൾ ആളുകൾ പറയും അവിടുത്തെ വെടിക്കെട്ടിന് ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. ഈ വർഷം അത് നമുക്ക് ഇല്ലാതെ പോയത് കഴിഞ്ഞ വർഷം ഉണ്ടായില്ല, ഈ വർഷം ഉണ്ടായില്ല. അതിൽ നമുക്ക് വിഷമമുണ്ട്, വളരെ സങ്കടമുണ്ട്. ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും അതിൽ സങ്കടമുണ്ട്. ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരാണ്. പക്ഷേ വരണ കൊല്ലമെങ്കിലും ഈശ്വരാനുഗ്രഹം കൊണ്ട് പഴയമാതിരി പ്രൗഢിയോടുകൂടി തന്നെ വെടിക്കെട്ട് നടത്താനുള്ളൊരു സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്തൊക്കെയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആനയില്ലാത്ത വേല, കാളവേല. ഇതിപ്പോൾ വെടിക്കെട്ടുമില്ലാത്തൊരു വേലയായി മാറുന്നൊരു ആശങ്കയുണ്ടോ ഇനി ഭാവിയിൽ? ഇല്ല, വെടിക്കെട്ടുണ്ടാവും. അടുത്ത ഭാവിയിൽ എങ്ങനെയായാലും വെടിക്കെട്ട് ഉണ്ടാവാതിരിക്കില്ല. വെടിക്കെട്ടിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ അതിൽ ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ സർക്കാർ വെച്ച് അത് നമുക്ക് പാലിക്കാൻ സാധിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. നമുക്കതിൻ്റെ സൂക്ഷ്മമായ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ക്ഷേത്രോപദേശ സമിതിക്ക് അറിയില്ല. എന്തായാലും അവരൊരു 2 മാസമായി അവർ ഈ വെടിക്കെട്ട് നടത്താനുള്ള തീവ്രമായ പരിശ്രമങ്ങൾ
അതാത് ദേശവേല കമ്മിറ്റികളുടെ സംഘാടക സമിതികൾ നടത്തി വരികയായിരുന്നു. എന്തോ ഒരു സാഹചര്യത്തിൽ നമുക്കത് നേടിയെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിൽ നമുക്ക് വിഷമമുണ്ട്. അവരുടെ വിഷമത്തിൽ ഈ ജനസഹസ്രങ്ങളുടെ വിഷമത്തിൽ ഞങ്ങൾ ക്ഷേത്രോപദേശ സമിതിയും പങ്കുചേരുകയാണ്. അടുത്ത വർഷമെങ്കിലും ഭംഗിയായി പഠിക്കുക നടത്താനുള്ള ഒരവസരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ഈശ്വരനോട്, ജഗദീശ്വരനോട് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഏറെ ചർച്ചാ വിഷയമായ വെടിക്കെട്ടിൻ്റെ കാര്യം ക്ഷേത്ര ഉപദേശ സമിതി അംഗങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്തിമഹാകാളങ്കാവ് വേലയുടെ മറ്റു ചടങ്ങുകളും ആഘോഷ പരിപാടികളും പുരോഗമിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യം റൈറ്റ് വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകരിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാ ടീം അംഗങ്ങളും.